സന്തോഷം. അതിന് ആദ്യം എനിക്ക് പറയാനുള്ളത് ആദ്യം പഠിച്ച തമ്പുരാനോട് സ്തുതി പറയാം. അൽഹംദുലില്ലാ, ശുക്ർ. ഞങ്ങളെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു 2010 ഏകദേശം പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞു. മൊത്തത്തില് 7 കുട്ടികൾ നമുക്ക് നോർമലി 2 സിസേറിയൻ കഴിഞ്ഞു. 2 കുട്ടികൾ പിന്നെ ജനിച്ചു. അബോർഷനായിട്ട് 7 മൊത്തത്തിൽ 7 ഉണ്ട്. അതില് 2 കുട്ടികൾ ഇതില് 2 മക്കൾ നമുക്ക് പഠിച്ചതും തന്നു കയ്യില്. 2 കുട്ടികൾ ഉണ്ടായിട്ട് 9 മാസം കൊണ്ട് നടന്നിട്ട് സിസേറിയനിൽ നിന്നത് BP കൂടി ഷുഗർ കൂടി നോർമലായിട്ട് നമ്മളെ നാട്ടിൽ തന്നെ മലപ്പുറത്ത് തന്നെ ഷുഗർ കൂടി സിസേറിയൻ ചെയ്ത് കുട്ടിനെ കിട്ടി. കുട്ടി പിന്നെ എടുത്തേക്കിന് തന്നെ കുട്ടിക്ക് കുറേ അസുഖങ്ങളുണ്ട്, പല അസുഖമുണ്ട്. കുട്ടിക്ക് ചെറുനാവിന് ഒരു ഹോൾസ് ഉണ്ട്, അതേമാതിരി തന്നെ പിന്നെ ഹാർട്ടിന് പ്രശ്നം ഉണ്ട്. പിന്നെ മൊത്തത്തിൽ തന്നെ കുട്ടിക്ക് കണ്ടാൽ തന്നെ ഒരു ആരോഗ്യമില്ലാത്ത കുട്ടികളില്ല. ഞാനവിടെ സൗദിയിലായിരുന്നു. ഇവിടെ കുട്ടീനെ അത് കഴിഞ്ഞാണ്ട് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞേക്കിന് കുട്ടീനെ കണ്ടിട്ടില്ല. നേരെ കൊണ്ടുകൊണ്ട് അങ്ങനെ അവിടെ കുറേ ദിവസം ഇട്ട് പിന്നെ അവിടെ പോയി. അവിടുന്ന് നേരെ മലപ്പുറം ഓർക്കിഡ്ക്ക് വന്ന് അവിടുന്ന് കുട്ടിക്ക് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ പോയി. മൊത്തം 40 ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഒരു 30-35 ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു കോഴിക്കോട്. അപ്പോൾ കുട്ടിക്ക് അത്രയും ഇതായിരുന്നു. അങ്ങനെ പഠിച്ചവനെ തന്നു, പഠിച്ചവൻ എടുത്തു, അൽഹംദുലില്ലാ. അങ്ങനെ വീണ്ടും ഇതിൻ്റെ അടിയിൽ 1-2 ഇതൊക്കെ ആയി. 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും അതായി പോവും, ബ്ലീഡിങ് ആയി പോവും. അങ്ങനെ 2-3 വട്ടം അങ്ങനെ വീണ്ടും ഇതേമാതിരി തന്നെ ഇതുണ്ടായി. ഞങ്ങൾ ഇവിടെ പിന്നെ വേറെ ഹോസ്പിറ്റലിലൊക്കെ വന്നിരുന്നു. ഉണ്ടായതിന് ശേഷം ചെക്ക് ചെയ്ത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതായിട്ട് അവർ മരുന്ന് ഇതൊക്കെ തന്ന് പിന്നെ ഫസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഉണ്ടായതിന് ശേഷം ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോയി, ടെസ്റ്റിങ് നടത്തി ഞങ്ങൾ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ജെനറ്റിക്കിൻ്റെ ഇതുണ്ട്, ജെനറ്റിക് ടെസ്റ്റ് ആയിരുന്നു. ടെസ്റ്റ് 2 ബ്ലഡ് എടുത്തുകൊണ്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ ജെനറ്റിക്കിൽ ഇവിടെ ക്രോമസോമിൽ ഒരു 2 ജോഡിക്ക് മാറ്റമുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒരു വിഷയം തന്നെയാണ്. അത് പിന്നെ അങ്ങനെ അതായി എന്തായാലും നമുക്കുണ്ടല്ലോ. വീണ്ടും ഞങ്ങൾ സൗദിയിലൊക്കെ പോയി തിരിച്ചു വന്ന് 5-ാം മാസം 6-ാം മാസം ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. എന്തായാലും തവക്കൽ അല്ലാ, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ. അതും സിസേറിയനായി. അങ്ങനെ ആ കുട്ടി സിസേറിയനായി കുഞ്ഞിനെടുത്ത് ഇതേമാതിരി തന്നെ കുഞ്ഞിനെടുത്തേക്കിന് അത്രയും ഡേഞ്ചർ പ്രശ്നങ്ങളായിരുന്നു. കുഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ മലദ്വാരമല്ല ഒന്നത്, രണ്ടാമത് പിന്നെ ഹാർട്ടിന് പ്രശ്നം, പല പ്രശ്നം. ഒരു 20% പിന്നെ ഒക്കെ ഇതുള്ളൂ. അപ്പം അങ്ങനെ അതും ഇതേമാതിരി തന്നെ ഇതൊക്കെ നോക്കണം, അവസ്ഥകൾ നോക്കണം. ഇത്രയും കൊണ്ടുവരുന്ന കാണ്ട് സിസേറിയൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കുഞ്ഞിനെ എടുത്തിട്ട് കാണാൻ കഴിയണില്ല. കാരണം അത്രയും ഇതല്ലേ, നമ്മൾ അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ അത്. കുഞ്ഞിനെ എടുത്ത് അതേമാതിരി തന്നെ ദീകൾ കൊണ്ടുപോയി. കണ്ടില്ല അവർ. അതൊരു ആൺകുട്ടി. ഫസ്റ്റത്തെ ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. രണ്ടാമത് ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടായതാണ്. അതൊരു ആൺകുട്ടി. വെയിറ്റൊക്കെ 300-500 ഉണ്ടായിരുന്നു, തൂക്കണ്ടായിരുന്നു. അത് ഇതേമാതിരി തന്നെ പ്രശ്നം. ഏകദേശം ഒരു 5 ദിവസം പോലെ ഉണ്ടായിരുന്നു. കുട്ടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടോ. പെട്ടെന്ന് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറിനെ ഞാൻ സൗദിയിൽ എനിക്ക് വിളിച്ചറിഞ്ഞു ഒരു 20% ഉള്ള പ്രതീക്ഷ ഉള്ളതാണ്. പിന്നെ അള്ളാൻ്റെ അടുത്തല്ലേ നല്ലതിനാണെങ്കിൽ ഇത് അങ്ങനെയാണെങ്കിൽ അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹ് തന്നു, അള്ളാഹ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ സ്റ്റോപ്പാക്കിയതിന് ശേഷം കുറച്ച് കാലം ഇങ്ങനെ ഇതായിട്ട് സൗദി തന്നെ നിന്നുള്ളൂ. സൗദിയിലാകുമ്പോൾ നമുക്ക് ഇടയിൽ മക്ക മദീനൊക്കെ പോവാം, ഉംറ ചെയ്യാം, മദീനത്ത് പോയി സിയാറത്ത് ചെയ്യാം. ടെൻഷനും കാര്യം കുറച്ച് കുറയും. കാരണം അതൊരു ഇവിടെ ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ആൾക്കാരുടെ ചോദ്യങ്ങൾ വേറെ, അതൊക്കെ എന്താണ് ഉണ്ടായാലും പല ആൾക്കാരും ചോദിച്ചു. അങ്ങനെ അവിടെയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ഗ്രാഫ്റ്റിനെ കുറിച്ച് ഇവിടെ ഉള്ള ടീമൊക്കെ ഉണ്ട്. കൊടുങ്ങല്ലൂരുള്ള എറിയാടുള്ള ആളുണ്ട്, ഇവിടെ ഉള്ള ആളുണ്ട്. അങ്ങനെ പല ആൾക്കാരും ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു ഇതുണ്ട്, ഗ്രാഫ്റ്റ് പറഞ്ഞാൽ നല്ലതാണ്, ചികിത്സ എൻ്റെതാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 2022 ഇവിടെ വന്നിട്ട് ഫസ്റ്റ് അസർഫ് സാറെ കണ്ട്. ഞങ്ങളിത് കുറേ ലിസ്റ്റുകളുണ്ട്. ഇത്ര പോകുന്നൊരു അട്ടിക്കുണ്ട്. കാരണം ഈ ജനറ്റിക്കിൻ്റെ ഇത് എടപ്പാളിൽ ഈ IVF ഒക്കെ ഉള്ളതാ. അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയിക്കണ്. കാര്യപ്പെട്ട ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്. അസർഫ് ഡോക്ടറെ കണ്ട് ഈ ലിസ്റ്റൊക്കെ കാട്ടി കൊടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഞങ്ങളിങ്ങനെ സൗദിയിലാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നോക്കിക്കാണ്ട് അസർഫ് സാറ് പറഞ്ഞത് ക്രോമസോമിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഇതിൽ കുറേ വിഷയങ്ങളുണ്ട്. അത് മാത്രമല്ല 2 കുട്ടികൾ ഉണ്ടായിക്കാണ്ട് നമുക്ക് പിന്നെ മരിച്ചു പോയതാണ്. പിന്നെ ഇതൊക്കെ അപോഷനായത് അത് വേറെ. മൊത്തം 7 ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഞങ്ങൾ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വരലിറങ്ങി. അപ്പോൾ പറഞ്ഞ് ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഏത് ക്രോമസോമിൻ്റെ ടെസ്റ്റ് അല്ല ജെനറ്റിക് ടെസ്റ്റ്. നമ്മളിതൊക്കെ എംബ്രോയൊക്കെ എടുത്തിട്ട് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ട് PGTSR പറഞ്ഞ അതിൻ്റെ പേര്. അതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്, പൈസയൊക്കെ ചിലവുള്ള. എന്നാലും ഇങ്ങനെയൊക്കെ ഈ ടെസ്റ്റിലൂടെയൊക്കെ വന്ന് അൽഹംദുലില്ലാ ഇതൊക്കെ ആക്കി ട്രാൻസ്ഫറൊക്കെ ചെയ്ത് പിന്നെ സൂചി അടിച്ച് ഇവിടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അത്ര ഇതാണ്. എന്തായാലും അൽഹംദുലില്ലാ അതൊക്കെ ആയിട്ട് വയറ്റിലൊക്കെ ആയി രാത്രി ഇങ്ങനെ പോന്ന് അതിന് നന്ദി പറയേണ്ട ആൾക്കാർ പറഞ്ഞാൽ ഫസ്റ്റ് അള്ളാഹ് കരീം. പിന്നെ അസർഫ് സാറുണ്ട്. അസർഫ് സാറ് കഴിഞ്ഞ്
റീമ മേഡത്തിൻ്റെ അടുത്തേക്ക് വിട്ട് റീമ മേഡത്തിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആകെയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല സോലിഹായ നല്ല ഒരു ആരോഗ്യമുള്ള കുട്ടീനെ, നല്ല ആരോഗ്യമുള്ള കുട്ടീനെ. കാരണം ഞങ്ങളിതൊക്കെ ഹിസ്റ്ററികളൊക്കെ ഇവിടെ ഉണ്ട്. ആരോഗ്യമുള്ള കുട്ടീനെ നമുക്ക് വേണം. അതിൽ റീമ മേഡം പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ കറക്റ്റ് ഇതായിട്ട് ചെയ്തതിന് ശേഷം അതൊക്കെ റാത്തായിട്ട് പിന്നെ അലീഷ മേഡാണ്. ഏത് മേഡായാലും റീമ മേഡായാലും നല്ല സപ്പോർട്ടാണ്. അലീഷ മേഡാണെങ്കിലോ അതിലും സപ്പോർട്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. നമ്മളിവിടുത്തെ ഗ്രാഫ്റ്റിൻ്റെ ഒരു വിങ്ങല്ല ഇത് മൊത്തത്തിലുള്ളത് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. കാരണം അന്ന് മുതൽ ഏകദേശം ഇവിടെ വന്നിട്ട് ഒരു വർഷം പോലെ ഇവിടെ നിന്നേക്കണ ഇവർ. ഇവിടെ പറഞ്ഞാൽ ഇവിടെയും പുറത്തൊക്കെ ആയിട്ട് ഇതിലൊക്കെ ഫ്ലാറ്റിലൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ മലപ്പുറത്താണ് വീട്. ഇവിടുന്ന് 125 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ ഉമ്മയും ഇവിടെ തന്നെ. ഞാൻ സൗദിക്ക് പോകും വരും, ചിലപ്പോൾ ഇവിടെ നിൽക്കും പോവും. അങ്ങനെ ആയിട്ട് അത്രയും ഇവിടെ നിന്നിക്കാണ്ട് ആ ഡിസംബർ വന്നിട്ട് പിന്നെ ഇന്ന് വരെ ഇവിടെ ഉണ്ട്. എങ്ങോട്ടും പോയിട്ടില്ല, മലപ്പുറത്തേക്കും പോയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല. അങ്ങനെ ഇന്ന് അൽഹംദുലില്ലാ നല്ല ഒരു ആൺകുട്ടീനെ പ്രസവിച്ചല്ല സിസേറിയൻ ചെയ്ത്. അതെന്ന് പറഞ്ഞാൽ പിന്നെ മേമ പറഞ്ഞാൽ അത്രയും പിന്നെ സൂപ്പറാണ് അലീഷ മേമ റിസ്കിൻ്റെ കാര്യത്തിൽ. കാരണം ഇവളുടെ പറഞ്ഞാൽ 2 വട്ടം സിസേറിയൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ ഒട്ടി നിൽക്കുകയാണ്. കുറച്ച് ഇതാണ്, എല്ലാവരും മാരിക്കല്ല. അങ്ങനെ ഒരു ഇത് ഉണ്ട്. മേമും നമ്മളെ കൂടെ അത്രയും അന്നത്തെ പറഞ്ഞാൽ സിസേറിയൻ തന്നെ കുറേ ടൈം എടുത്തേക്കണം. കാരണം ഇങ്ങനത്തെ ഒക്കെ ഇതുണ്ട്. ഇതൊക്കെ ചെയ്ത് റാഹത്തായിട്ട് ഉള്ള ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടല്ല, നമുക്ക് നല്ല സന്തോഷം നല്ലോണം ഉണ്ട്. പക്ഷെ നമുക്ക് സന്തോഷം നമ്മൾ മനസ്സിലിങ്ങനെ വെക്കുകയാണ്. കാരണം ഇപ്പോൾ ഏകദേശം ഇത്രയും അത്രയും പുറത്തുനിന്നൊക്കെ നമ്മൾ കഴിഞ്ഞു പോകുന്നതാണ് ഇങ്ങോട്ട് ഗ്രാഫ്റ്റിക്ക്. ഈ ഗ്രാഫ്റ്റിൽ വന്നതിന് ശേഷം ജനറ്റിക്കിൻ്റെ ഈ ടെസ്റ്റുകൾ കാര്യങ്ങൾ PGTSR ഇതൊക്കെ ചെയ്ത് പിന്നെ ഒരു ഹരിസാറുണ്ട്. ഹരിസാർ നമ്മൾ ഇതാണ് ജനറ്റിക്കിൻ്റെ മൂപ്പര്. എല്ലാവരും നമ്മളെ അത്രയും കമ്പനിയാണ്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആൾക്കാരാണ്. അത്രയും ഒരു വീട്ടിലുള്ള മാർക്കാണ് എല്ലാവരും സംസാരിച്ചതൊക്കെ. അപ്പോൾ നമുക്കും കൂടുതൽ ഒരു ഇതാണല്ലോ. അതുമാതിരി തന്നെയാണ് ഞങ്ങളും അവരേറ്റും എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. ഇപ്പോൾ ഓപ്പറേഷത്തിൻ്റെ ഇതിനായാലും മേമും അലീഷ മേം വന്നിക്കാണ്ട് കണ്ണിന്ന് വെള്ളം വന്ന് ഞങ്ങളെ റൂമിൽ വന്ന് കുട്ടീനെ അവിടെ ഉണ്ടായപ്പോൾ കുട്ടീനെയൊക്കെ കണ്ടിട്ട് പിന്നെ ഇവളും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉഷാറായിട്ട് കഴിഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാ സന്തോഷം. ഇത് സപ്പോർട്ട് ഇവരെ സപ്പോർട്ടാണല്ലോ നമുക്ക് വലുത് ജീവിതത്തിൽ. സന്തോഷം. ഇവിടുത്തെ അല്ല അതെന്തല്ലേ ഇവിടുത്തെ ഗ്രാഫ്റ്റിനെ കുറിച്ച് കണ്ട് ഞങ്ങൾ പറയലുണ്ട് എല്ലാവരോടും. നമ്മളെ പ്രശ്നങ്ങൾ പറയണം മറ്റുള്ളവരോട്, എന്നാലും ഓൽക്കൊരു പാടാവുള്ളൂ. കാശുണ്ടായിട്ട് ചിലവർ അറിയാത്തവരുണ്ട് ഇതിനെക്കുറിച്ച്. IVF പറയുന്നവർക്ക് തന്നെ ഭയങ്കര പുച്ഛാണ് ചിലവർക്ക്. പക്ഷെ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് നമ്മളെ കുട്ടിയാണ്, നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷെ ഞാൻ എല്ലാവരോടും പറയും പോകണം. ഇപ്പം ഞാൻ എൻ്റെ ചെയ്തു വെച്ചിട്ട് നമ്മൾ പറയാതിരിക്കാൻ പാടില്ല. IVF ആണ് എന്താ അത് പറഞ്ഞു വെച്ചിട്ട് ഞാൻ പറയണം. നമ്മൾ ഫ്രണ്ട്സ് ആളുണ്ട്, ഞാൻ എല്ലാവരോടും പറയും പോകണം. ഇനി പഠിച്ചോനല്ലേ തരാനുള്ളത്, നമ്മൾ ട്രൈ ചെയ്യൽ നമ്മളെ ഉത്തരവാദിത്തമാണ്. പഠിച്ചോനോടും പറയണം, ട്രൈ ചെയ്യണം. നമ്മളെന്താ വെച്ചാൽ നമ്മൾ പിന്നെ പഠിച്ചവനോട് നമുക്ക് ഇത് തരാൻ. കാരണം നമ്മൾ പഠിച്ചവനെ ഇതാക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യണം. ഡോക്ടറെ അടുത്ത് പോകാൻ നമ്മൾ പോകണം, ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ പോകണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അല്ല അതിന് ഒരു വഴി കാണും. എന്തായാലും ഇത് എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ പൈസ ഉണ്ടായിട്ട് ഇതേമാർക്ക് എവിടേക്കും പോവാതെ അത് തന്നെ എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ഗ്രാഫ്റ്റിൽ വരി നമ്മളെ അനുഭവമാണ് പറഞ്ഞത്, നേരിട്ടുള്ള അനുഭവമാണ്. അതാണ് അനുഭവമല്ല ഏറ്റവും വലുത്. എല്ലാവരും ഇവിടെ ഗ്രാഫ്റ്റിൽ പിന്നെ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് അതിൻ്റെ ഇതൊക്കെ അന്വേഷിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റും കാര്യമൊക്കെ ചെയ്തു. എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആർക്കായാലും ഉണ്ടാവും. പിന്നെ കാലം അള്ളാൻ്റെ അടുത്താണ്. എന്തായാലും നമ്മളിപ്പോ ഈ സാഹചര്യത്തിലെടുത്ത് 7 പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും 7 പ്രഗ്നൻസിയാണ്. അത് കൊണ്ട് പോവാനുള്ള കാരണം ആദ്യത്തേല് ആക്ച്വലി നാഷണൽ കൺസീവ് ആയിരുന്നു. അപ്പോ നമുക്ക് അതൊന്ന് വിവരിക്കാവോ എന്തായിരുന്നു? നോർമലി കൺസീവ് ആയി. അതെ, എന്നിട്ട് അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് കുട്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടാവും. അത് ഇളക്കില്ല പറഞ്ഞാണ് കുറേ പ്രാവശ്യം അഡ്മിഷൻ. ഡോക്ടറൊന്നും പറഞ്ഞു പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് വേദന ഫസ്റ്റ് ഡെലിവറി ആകുമ്പോൾ എന്താണെന്ന് അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിഷനായി സ്കാനിങ് കൊടുത്തു. അപ്പോൾ പറഞ്ഞു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തു. പക്ഷെ അപ്പോൾ തന്നെ കുട്ടി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ അന്നത്തെ പ്രശ്നങ്ങൾ പറഞ്ഞില്ല. ഇനി എന്താണെന്നാവോ ഡോക്ടറൊന്നും പറഞ്ഞില്ല. രണ്ടാമത്തതുപോലെ തന്നെ ഇതായി. പിന്നെ രണ്ടാമത്തെ നമുക്ക് അറിയാം, ഈ പ്രശ്നങ്ങൾ അറിയാം. പക്ഷെ അപ്പോൾ പഠിച്ചവനല്ലേ വലുത്, ചിലപ്പോൾ ഒന്നും ഇല്ലാതെ തന്നാലോ, അങ്ങനെയുണ്ടല്ലോ, പഠിച്ചവൻ്റെ തീരുമാനമല്ലേ. അതുപോലെ തന്നെ ആയി. ഡെലിവറി കഴിഞ്ഞു. അത് 5 ദിവസമേ കിടന്നുള്ളൂ. മോനാണ്. പക്ഷെ പഠിച്ചവനോട് പറഞ്ഞു ആരോഗ്യ ആയുസ്സുണ്ടെങ്കിൽ തന്നാൽ മതി. മറ്റേ കൂടെ 4 മാസം നമ്മൾ കൊണ്ടിടുന്നു, നമുക്ക് നോക്കാനേ കഴിയുള്ളൂ. ആ വേദനകളൊക്കെ അവരെന്നെ അനുഭവിക്കണം. ആ കുട്ടി 5 ദിവസം കിടന്നു, മോനും പോയി.
അത് നോർമലി ഒരു 1.5 മാസം ഒക്കെ നോർമലി ആയിട്ട് അബോട്ടായി ഒക്കെ ഫുള്ള് അങ്ങനെ ഒരു 1.5 മാസം അത് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതുകൊണ്ട് നോർമലി അങ്ങനെ നമ്മൾ മെഡിസിൻസ് ഒന്നും കഴിക്കണ്ട, അത് നോർമലി ഉണ്ട് അബോട്ടായി പോകും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അബോർഷൻ വന്നപ്പോൾ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യാനോ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചില്ല? ഇതന്നെയാണ് പിന്നെ എടപ്പാളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ നമ്മള് ഇതറിയുന്നത് ഈ ക്രോമസോമിന്റെ പ്രശ്നം വരുന്നത്. അറിഞ്ഞു. പക്ഷെ നമുക്ക് ഇനി അത് അല്ലാതെ ഉണ്ടാവുമോന്ന് അറിയില്ല. ട്രൈ ചെയ്ത് പിന്നെ നമ്മൾ ട്രൈ ചെയ്തില്ല, നോർമലി ട്രൈ ചെയ്തില്ല. പിന്നെ ഒന്നിച്ച് കുറെ കാലം സൗദി ജീവിച്ചു. നാട്ടിൽ നിന്ന ചോദ്യങ്ങളാണല്ലോ നമ്മളിതിലേറെ ആവശ്യങ്ങളല്ലേ നാട്ടിലുള്ളവർക്ക്. വല്ലാതെ പ്രോബ്ലം ചെയ്തിട്ടില്ല. ചോദിക്കുമ്പോൾ അറിയണോലെന്നെ നമ്മളോട് ചോദിക്കും. പക്ഷെ അതാണ് ഏറ്റവും വലിയ. അറിയാത്തവർ ചോദിക്കണം നമുക്ക് പ്രശ്നമില്ല, അറിയാത്തവർ ചോദിക്കുകയാണ് വിചാരിച്ചത്. ഇത് അറിയണോര് ആയില്ലേ എന്താ നമുക്ക് ചോദിക്കും. എവിടെയും കല്യാണത്തിന് ഞാൻ എവിടെയും പോകില്ല. കല്യാണത്തിന് മക്കളുള്ളവർക്ക് തീരും പോകില്ല, കുട്ടികളെ കാണാൻ തീരും പോകില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലോ അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. ഞാൻ പോകില്ല. ഇവരെ ഫാമിലിയിൽ തന്നെ മക്കൾ ആരൊക്കെയും ഉണ്ടായി ഞാൻ പോകില്ല. എന്തോ അവർക്ക് ഇനി എന്തെങ്കിലും തോന്നുന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിങ്ങനെ തോന്നും. പിന്നെ ഇവരെ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ ഇത്രയും കാലം അതിന് വലിയ ഹയർ. ഫാമിലി അങ്ങനെ തന്നെ ഇതുവരെ അതിനെക്കുറിച്ച് ഇവരെ ഫാമിലിനും മക്കളില്ലാച്ചിട്ട് ഒരു ചോദ്യം ഈ ദിവസം വരെ വന്നിട്ടില്ല. അതിന് വലിയ ഹയറാണ് നമുക്ക്. അതാണല്ലോ നമുക്ക് ജീവിതത്തിൽ വലിയ ഇത്. ഞാൻ സൗദി അറേബ്യയിൽ 2005 പോയതാണ്. 2005 25 കൊല്ലമായി ഇപ്പോൾ. അല്ല 20 കൊല്ലമായി ഏകദേശം. പ്ലംബറാണ്, സൗദി അറേബ്യയിൽ പ്ലംബറാണ് ജോലി ചെയ്യുന്നത്. ഫാമിലിയിലും അങ്ങനെ തന്നെ. എൻ്റെ ബ്രദറിനും മക്കളായിട്ടില്ല തന്നെ പ്രോബ്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരായിട്ടും വരണം. അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ. പിന്നെ അവരെടുത്ത് മോനെടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമല്ലേ. ഇത്രയും കാലം പോലെ തന്നെ നോക്കിയത് ഇവിടെ നിന്ന് കണ്ട്. ഇവരെ വീട്ടിൽ പിന്നെ നമ്മൾ മക്കളുണ്ട് ഇഷ്ടം പോലെ. ഇവരെ 8 മക്കളാണ്. അളിയാന് ഇവിടെ ആങ്ങളി വരും. പിന്നെ ഇതേമാർക്ക് പെരിന്തൽമണ്ണ ഒന്ന് പോയിട്ടുണ്ട്, IVF അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സക്സസ് ആയിട്ടില്ല. പക്ഷെ എനിക്ക് പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെപ്പോലെ അനുഭവിക്കരുത്, നമുക്ക് സിസേറിയൻ 2 കഴിഞ്ഞു, നിന്നെപ്പോലെ അവളും അനുഭവിക്കരുത് എന്ന് കണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ് ജനറ്റിക് ടെസ്റ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പോൾ ഈ പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഈ ടെസ്റ്റ് നടത്തിയെങ്കിലുള്ള നമ്മളിതിപ്പോൾ അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരു മോനെ കിട്ടിയത്, സക്സസ് ആയത്. പക്ഷെ ടെസ്റ്റ് ചെയ്യാതെ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. അത് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഗ്രാഫ്റ്റിലുണ്ട്. അത് അറിയാലോ, അനുഭവിച്ച് അറിഞ്ഞ വ്യക്തികളാണ് ഞങ്ങൾ. എന്ത് സംഗതിക്കാലും അതിനുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് പൈസ ഒക്കെ ആകും, പക്ഷെ പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, മക്കളാവില്ലല്ലോ. എന്തായാലും അതിന് ഒരു ഇതുണ്ടല്ലോ, അതിനുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ ഉണ്ട്. എല്ലാവരും ആയാലും, അസ്രഫ് സാറായാലും, റീമ മേം ആയാലും, പിന്നെ അലീഷ മേം ആയാലും, എല്ലാ ഇവിടുത്തെ സിസ്റ്റർമാരായാലും ഒക്കെ എല്ലാവരോടും നമുക്ക് നല്ല സ്നേഹമുള്ളൂ. കാരണം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇത്രയും വർഷത്തിൽ ഇത്രയും ദിവസമായിട്ട് ഒരു സ്റ്റാഫുകളും നല്ല സപ്പോർട്ടാ എല്ലാവരും. അത് തന്നെ വലിയൊരു ഇതാണ്. വേറെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്, പക്ഷെ അത് പിന്നെ അങ്ങനല്ല, പിന്നെ ടൈമില്ല. അൽഹംദുലില്ലാ.